പാലക്കാട് NDA സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. എങ്ങനെയാണ് വോട്ടർമാരുടെ പ്രതികരണം? എന്താണ് കേരളത്തിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ആഞ്ഞടിക്കുക, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ സ്ത്രീകൾ രാജ്യത്തിന്റെ രക്ഷകനായിട്ട്, സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കുന്ന ആളുകളായിട്ട്, സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രതീകമായിട്ട് ഇന്ന് കാണുന്നത് മോദിയാണ്. ഈ രാജ്യത്ത് പാർലമെന്റിലും നിയമസഭയിലും 33% സ്ത്രീ സംവരണം ബില്ല് കൊണ്ടുവരികയോടി ചെയ്തതോടുകൂടി യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം ആരാണ് ഈ രാജ്യത്ത് നടപ്പാക്കുന്നതെന്ന് ഈ രാജ്യത്തെ സ്ത്രീ വോട്ടർമാർ തിരിച്ചറിഞ്ഞിരിക്കുക. പ്രത്യേകം നമ്മൾ പാലക്കാട്ടേക്ക് പോകുമ്പോഴേ പാലക്കാടിന്റെ വികസന കാര്യങ്ങളിൽ എങ്ങനെയൊരു കാഴ്ചപ്പാടാണ് താങ്കൾക്കുള്ളത്? എങ്ങനെയാണ് അതിനെ ഫോക്കസ് ചെയ്യുന്നത്? പാലക്കാടിൽ ഇടതുപക്ഷവും UDF പ്രതിനിധാനം ചെയ്ത മണ്ഡലം. പാലക്കാടത്തെ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു വികസന പ്രവർത്തനവും പാലക്കാടിനായിട്ട് രണ്ട് മുന്നണികൾക്കും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. കോച്ച് ഫാക്ടറിന്റെ ഒക്കെ ഒരു കാര്യങ്ങളുണ്ടല്ലോ, അത് കേന്ദ്ര സർക്കാർ അല്ല ഇതിൽ ഇടപെടൽ നടത്തുന്നത്. കോച്ച് ഫാക്ടറി ആരുടെ കാലത്താണ്? കോച്ച് ഫാക്ടറി പ്രഖ്യാപിച്ചത് UPA ഗവൺമെന്റ് കാലത്ത്, ഒന്നാം UPA ഗവൺമെന്റ് കാലത്ത് 2008. 6 വർഷം കൊണ്ട് ഒരു കോച്ച് ഫാക്ടറി സ്ഥാപിക്കാൻ കഴിയാത്ത ആളുകൾ അതിനാവശ്യമായിട്ടുള്ള സ്ഥലം 2014 ഏറ്റെടുക്കുന്നത്. ആ കോച്ച് ഫാക്ടറി കേരളത്തിന് നഷ്ടപ്പെടുത്തിയത് UPA സർക്കാരാണ്. ആ UPA സർക്കാരിനെ പിന്തുണച്ച ഇടതുപക്ഷവുമാണ് അതിന് ഉത്തരവാദികൾ. BJPയോ NDAക്കോ ഈ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള റോളും ഇല്ല. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഒരു LDF ശക്തമായ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, UDFും. പക്ഷേ UDF പ്രധാനമായിട്ട് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള ഇതിന്റെ ഭാഗമായിട്ട് ഫണ്ടുകൾ ഫ്രീസ് ചെയ്യപ്പെട്ടു എങ്കിൽ പോലും ഒരു വിജയസാധ്യത തന്നെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി തന്നെയാണോ, അങ്ങനെയാണോ വിലയിരുത്തുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടി ആ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ട സംഘടനയാണ്. രാജ്യത്ത് ഇൻകം ടാക്സ് പോലെയുള്ള സർക്കാരിന്റെ വിവിധ വകുപ്പുകൾക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ സമർപ്പിക്കാതെ, റിട്ടേണുകൾ സമർപ്പിക്കാതെ, പിന്നീട് അവർ നിയമാനുസൃതമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് വരുന്നതെന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാം. കോൺഗ്രസ് എത്രയോ വർഷത്തെ ആദായ നികുതി റിട്ടേൺസും മറ്റ് വിവരങ്ങളും കണക്കുകളൊന്നും ആദായ നികുതി വകുപ്പിന് സമർപ്പിച്ചിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ നടപടി സ്വീകരിക്കുന്നത്. അതിൽ ജനങ്ങൾക്ക് അറിയാം എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് കൊടുത്തതെന്നും എന്തുകൊണ്ടാണ് നടപടി സ്വീകരിച്ചതെന്നും എല്ലാം അറിയാം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പാലക്കാട് മണ്ഡലം എന്ന് പറഞ്ഞാൽ BJPക്ക് വലിയ സ്വാധീനം, അനുദിനം വോട്ട് ഷെയർ വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത്തവണ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? പാലക്കാട് ഇത്തവണ ഞങ്ങൾ വോട്ട് വർദ്ധിപ്പിക്കാനല്ല മത്സരിക്കുന്നത്. ഇത്തവണ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഞങ്ങൾ ജയിക്കും. ആ വിജയത്തിനായിട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത്. ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം ഞങ്ങളുടെ വിജയം ഉറപ്പാക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്.